സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ S. വിജയകുമാർ. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രഖ്യാപനങ്ങളെ ചൊല്ലി കൊമ്പുകോർക്കുകയാണ് ഭരണ പ്രതിപക്ഷങ്ങൾ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനാണ് പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷത്തിന് നിരാശ എന്നാണ് ഭരണപക്ഷത്തിന്റെ മറുപടി. അതേസമയം ഓണറേറിയം 1000 രൂപ കൂട്ടിയെങ്കിലും സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശാ വർക്കേഴ്സ്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തിയ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാക്പോര്. ക്ഷേമ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ക്ഷേമകാര്യങ്ങളിൽ പിണറായിയും മോദിയും ഒരുപോലെയെന്നും നേതാക്കൾ. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചില്ല. 2500 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ 400 രൂപ കൂട്ടുന്നത് ആരെ കബളിപ്പിക്കാനാ? യഥാർത്ഥത്തിൽ 900 രൂപ വെച്ച് നഷ്ടമായിരിക്കുകയാണ്. ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ക്ഷേമകാര്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഉള്ള പ്രഖ്യാപനങ്ങളാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ മോഡിയുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ താരതമ്യമുണ്ട്. ഒരു മോഡി സ്റ്റൈലിലേക്കാണ് അദ്ദേഹത്തിൻ്റെ നോട്ടം. നേരത്തെ തീരുമാനിച്ച ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത് എന്നാണ് സർക്കാരിന്റെ വാദം. എന്തു ചെയ്താലും കുറ്റം പറയുന്ന പ്രതിപക്ഷത്തോടൊന്നും പറയാനില്ലെന്ന് മന്ത്രി VN വാസവൻ. ഇതൊരു പുതിയ രൂപത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചു എന്ന് പ്രതിപക്ഷം പറയുന്നതിൽ ഒരു അടിസ്ഥാനമില്ല. ഏത് നല്ല കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും നിങ്ങൾക്കറിയാം പല രൂപത്തിലുള്ള വിമർശനങ്ങളുമായിട്ടാണ് എല്ലാ കാലത്തും പ്രതിപക്ഷം വരാറ്. അതേസമയം ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചെങ്കിലും സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് തൃപ്തരല്ല. സമരം തുടരുമെന്നാണ് നിലപാട്. 24 തിരുവനന്തപുരം. സർക്കാരും മില്ലുടമകളും തമ്മിലുള്ള ചർച്ച പരാജയപ്പെട്ടതോടെ സംസ്ഥാനത്തെ നെല്ല് സംഭരണം പാളുന്നു. മുഖ്യമന്ത്രി പങ്കെടുത്ത ചർച്ചയിലും വ്യവസ്ഥകൾ അംഗീകരിക്കാൻ മില്ലുടമകൾ വിസമ്മതിച്ചു. സംഭരണം അനിശ്ചിതത്വത്തിലായതോടെ കർഷകർ പ്രതിസന്ധിയിലായി. സംസ്ഥാനത്ത് നെല്ല് സംഭരണം ഇന്ന് ആരംഭിക്കുമെന്ന് കർഷകർ പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് സർക്കാരുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതായി മില്ലുടമകളുടെ സംഘടന അറിയിച്ചത്. 100 കിലോ നെല്ല് സംഭരിക്കുമ്പോൾ 68 കിലോ അരി സംസ്ഥാന സർക്കാരിന് കൈമാറണമെന്ന വ്യവസ്ഥ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് നിലപാട്. ഇത് 64.5 കിലോയായി പുനഃസ്ഥാപിക്കണം. നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ തുക ഞങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളതാണ് റൈസ് മില്ലുകളുടെ മുഖ്യ ആവശ്യം. അതിൽ നിന്ന് ഒരു കാരണവശാലും പിറകോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് റൈസ് മില്ലുകൾ അറിയിച്ചിട്ടുള്ളത്. അതായത് 68 കിലോ ആക്കി ഔട്ട് റേഷ്യോ കൂട്ടിയത് 64 എന്നുള്ളത് 68 കിലോ ആക്കി കൂട്ടിയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി 66 ആക്കി കുറച്ചെങ്കിലും ആ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അത് ഒരു ഗവൺമെന്റ് കമ്മിറ്റി പഠനം നടത്തി കണ്ടെത്തിയാണ് 64.5 കിലോ ആക്കിയിട്ടുള്ളത്. അതിന് ഒരു കാരണവശാലും കൂടുതൽ കൊടുക്കാൻ പറ്റില്ല എന്നാണ് റൈസ് മില്ലുകൾ പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ നെല്ലിന്റെ കൈകാര്യ ചിലവ് 272 രൂപ എന്നത് 2017 കണ്ടെത്തിയതാണ്. ഇത് അംഗീകരിച്ച് നടപ്പാക്കണമെന്നും മില്ലുടമകൾ ആവശ്യപ്പെടുന്നു. ചർച്ച പരാജയപ്പെട്ടതിൽ കർഷകരും ആശങ്കയിലാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ ഒക്കത്തില്ല. നേരത്തെ മില്ലുടമയുടെ ഏജന്റ് വന്ന് നോക്കിയിട്ട് അവരുടെ നിയമപ്രകാരം പറഞ്ഞതിൽ 1 പോയിന്റ് കൂടി കുറവും 2 പോയിന്റ് കൂടുതലും ഉള്ള സ്ഥിതിക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. നെല്ല് വാരുന്നതിനുള്ള ചിലവ്, അതുപോലെ നെല്ല് തൂക്കി അട്ടുവെക്കുന്നതിനുള്ള ചിലവ്, പിന്നെ അത് അവിടുന്ന് ലോറിയൊക്കെ ഇട്ടുന്ന ചിലവ്, ഇത്രയും ചിലവ് കർഷകൻ വഹിക്കണം. അതോടൊപ്പമാണ് ഈ 14 കിലോ കിഴിവ് കൊടുക്കുക എന്ന് പറയുന്നത്. ഈ 30 രൂപ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത് എന്താ 3 രൂപ 30 രൂപ പൈസ വെട്ടിക്കുറച്ച ശേഷം വെറും 99 പൈസയാണ് ഇപ്പോൾ നമുക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മില്ലുടമകളുടെ ആവശ്യങ്ങൾ ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. എന്തായാലും അത്തരം വിഷയം വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു നിലപാടാണ് ഗവൺമെൻറ് മില്ലുടമകളോട് സ്വീകരിച്ചത്. അത് കേരളത്തിലെ കൃഷിക്കാരെ അവരുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അകറ്റുവാൻ വേണ്ടിയാണ്. അതിനോട് സഹകരിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. മഴ ശക്തമായ സാഹചര്യത്തിൽ നെല്ല് സംഭരണം ഓരോ ദിവസം വൈകുന്നതും കർഷകർക്കും വലിയ ദുരിതമാകും. 24 കൊച്ചി. PM ശ്രീ പദ്ധതിയിൽ LDF-ലെ തർക്കം തീർത്തതിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി അഭിനന്ദിച്ച് CPI. MA ബേബിയുടെ നിർണായക ഇടപെടലുകൾ ഫലം കണ്ടുവെന്ന് ജനയുഗത്തിലെ ലേഖനത്തിൽ CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം K. പ്രകാശ് ബാബു പ്രശംസിച്ചു. മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചത് CPIയുടെ കണ്ണിൽ പൊടിയിടാൻ ആണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ പരിഹാസം. അതേസമയം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ പ്രവർത്തനങ്ങൾ വൈകും. PM ശ്രീ പദ്ധതി സംബന്ധിച്ച തർക്കം അവസാനിച്ചതിനു പിന്നാലെ ജനയുഗം ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K. പ്രകാശ് ബാബു അഭിനന്ദിച്ചത്. MA ബേബി കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രശ്നത്തിന് ഉചിതമായ പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു. നിർണായകമായ ആ ഇടപെടലുകൾ ഫലം കണ്ടുവെന്നാണ് K. പ്രകാശ് ബാബുവിന്റെ പ്രശംസ. ധാരണാപത്രം ഒപ്പുവെച്ച വിഷയത്തിൽ MA ബേബി അശക്തനും നിസ്സഹായനുമാണെന്ന പ്രകാശ് ബാബുവിന്റെ പ്രതികരണം നേരത്തെ വിവാദമായിരുന്നു. PM ശ്രീ വിഷയത്തിൽ ഇടതുമുന്നണിയിലെ തർക്കം തീർന്നെങ്കിലും പ്രതിപക്ഷ വിമർശനം തുടരുകയാണ്. CPI വീണ്ടും കബളിപ്പിക്കപ്പെട്ടുവെന്നാണ് വിമർശനം.
ഒപ്പുവയ്ക്കുന്നതിന് മുമ്പായിരുന്നു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കേണ്ടത്. അത് ചെയ്തില്ല. ഇപ്പോൾ ഒപ്പുവെച്ചതിന് ശേഷം മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നത് CPIയെ പറ്റിക്കുകയാണ്, CPIയെ കബളിപ്പിക്കുകയാണ്. PMC പദ്ധതിയിലെ സംസ്ഥാന സർക്കാർ നിലപാടിനെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിമർശിച്ചു. പക്ഷേ ഒരു കാര്യം വളരെ ക്ലിയറാണ്, കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ തകർക്കാനുള്ളൊരു ശ്രമമാണിത്. PMC പദ്ധതിയുടെ കാര്യത്തിൽ രമ്യമായ പരിഹാരത്തെത്തിയെന്നാണ് CPI നേതാവും മന്ത്രിയുമായ P. പ്രസാദിന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. അതേസമയം PM ശ്രീ പദ്ധതിയിൽ CPI വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി AISFും AYFും പക്വത കാണിക്കണം, വേദന തോന്നിപ്പിക്കുന്ന പ്രവർത്തന രീതി ആരും പിന്തുടരുത് എന്നും മന്ത്രി പറഞ്ഞു. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഘടകകക്ഷി, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയും CPMും തമ്മിലുള്ള ഒരു തർക്കമാണ് ഉണ്ടായിരുന്നത്. ആ തർക്കം ഉണ്ടാകുമ്പോൾ അവർ ഉപയോഗിക്കേണ്ട വാക്കുകളും നടത്തേണ്ട പ്രവൃത്തികളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടെ പക്വതയോടുകൂടി ചെയ്യണമായിരുന്നു. ഒരിക്കലും ആർക്കും വേദന ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. പ്രയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് പ്രയോഗിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. അതായത് അവർ പ്രതിഷേധം അതിര് കടന്നു എന്നാണ് മന്ത്രി തോന്നുന്നത്. വേദന തോന്നുന്ന രൂപത്തിലുള്ള പ്രതിഷേധം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ ഉണ്ടാവാൻ പാടില്ല. അതേസമയം കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കാർഷിക സർവകലാശാല കോളേജുകളിൽ ഫീസ് വർധനയ്ക്കെതിരെ SFI പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലേക്ക് SFI നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ബലം പ്രയോഗിച്ചു. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിൽ SFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. 24 ബ്രേക്കിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ 2 ടേം നിർബന്ധമാക്കി CPM. തുടർച്ചയായി 2 തവണയിൽ കൂടുതൽ ജനപ്രതിനിധികളായവരെ വീണ്ടും പരിഗണിക്കേണ്ട എന്ന് നിർദ്ദേശം. പ്രത്യേക ഇളവ് വേണ്ടവരുണ്ടെങ്കിൽ മേൽക്കമ്മിറ്റികളുടെ അനുമതി വാങ്ങണം. നവംബർ 5 മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമെന്നാണ് CPIM കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളടങ്ങിയ സർക്കുലർ ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയിട്ടുണ്ട്. ഈ സർക്കുലറിലാണ് 2 ടേം നിബന്ധന കർശനമായി പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുടർച്ചയായി 2 തവണയിൽ കൂടുതൽ ജയിച്ച് ജനപ്രതിനിധിയായവർക്കാണ് മത്സരവിലക്ക്. ആർക്കെങ്കിലും പ്രത്യേക ഇളവ് നൽകേണ്ടതുണ്ടെങ്കിൽ മേൽക്കമ്മിറ്റികളുടെ അനുമതി വാങ്ങണം. ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇളവ് പരിഗണിക്കുക സംസ്ഥാന സമിതിയാകും. മറ്റുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ജില്ലാ കമ്മിറ്റിയാണ് ഇളവ് നൽകേണ്ടത്. കൂടുതൽ യുവതി യുവാക്കൾക്കും പൊതുമുഖങ്ങൾക്കും അവസരം നൽകുന്നതിന് വേണ്ടിയാണ് 2 ടേം നിബന്ധന കർശനമാക്കുന്നത്. സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കില്ല. പ്യൂൺ, വാച്ച്മാൻ, കളക്ഷൻ ഏജന്റ് തസ്തികയിലുള്ളവർക്ക് മാത്രമേ ഇളവുണ്ടാകൂ. ഏതെങ്കിലും സഹകരണ ജീവനക്കാർ മത്സരിക്കേണ്ടത് അനിവാര്യമായി വന്നാൽ ലീവ് എടുക്കണമെന്നാണ് നിർദ്ദേശം. ലോക്കൽ ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കേണ്ടി വന്നാൽ പകരം സെക്രട്ടറി തിരഞ്ഞെടുത്ത ശേഷമേ അനുമതി നൽകാൻ പാടുള്ളൂവെന്നും CPIM സംസ്ഥാന സമിതി പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നുണ്ട്. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. വ്യാപാര കരാർ സംബന്ധിച്ച പ്രഖ്യാപനങ്ങളില്ലാതെ ദക്ഷിണ കൊറിയയിലെ ബുസാനിലെ ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച. ചർച്ച കഴിഞ്ഞ ഇരു നേതാക്കളും മാധ്യമങ്ങളെ കാണാതെ മടങ്ങി. അപൂർവ ധാതുക്കളുടെ വ്യാപാരത്തിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിച്ചെന്നും ഏപ്രിലിൽ ചൈന സന്ദർശിക്കുമെന്നും ട്രംപ് പിന്നീട് പ്രതികരിച്ചു. ലോകമുറ്റുനോക്കിയ കൂടിക്കാഴ്ച 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടു. കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഇരു നേതാക്കളും പങ്കുവച്ചില്ല. എന്നാൽ എയർഫോഴ്സ് 1-ൽ ചർച്ചയുടെ വിശദാംശങ്ങൾ ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തി. ചൈന അമേരിക്ക വ്യാപാര കരാർ ഉടനുണ്ടാകുമെന്നും അപൂർവ ധാതുക്കളുടെ വ്യാപാരത്തിനുമേലുള്ള തർക്കങ്ങൾ പരിഹരിച്ചെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഫെന്റാനിൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ചൈനയ്ക്കുമേൽ ചുമത്തിയിരുന്ന തീരുവ 20% നിന്നും 10% കുറച്ചു. സോയാബീൻ ഇനി മുതൽ ചൈന ധാരാളമായി വാങ്ങിത്തുടങ്ങുമെന്നും ട്രംപ്. ഏപ്രിലിൽ താൻ ചൈന സന്ദർശിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ലോകത്തെ മുൻനിര സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ സംഘർഷങ്ങളുണ്ടാകുന്നത് സാധാരണമാണെന്ന് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് പ്രതികരിച്ചു. എന്നാൽ ചർച്ചകളെപ്പറ്റി ചൈന ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികളിലേക്കും. 2019-2025 കാലത്തെ ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാധീനമുണ്ടാക്കിയത് തന്ത്രി കുടുംബത്തെ മറയാക്കിയാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. അന്വേഷണം 2ാം ഘട്ടവും കടന്നതോടെ 2019-ലെയും 2025-ലെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യാനാണ് SIT നീക്കം. ഇതിനായി തെളിവ് ശേഖരണം ആരംഭിച്ചു. ഇക്കാലത്തെ മിനിറ്റ്സ് രേഖകൾ വിശദമായി പരിശോധിക്കുകയാണ്. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാധീനമുണ്ടാക്കിയത് തന്ത്രി കുടുംബത്തെ മറയാക്കിയാണെന്നാണ് SIT അന്വേഷണത്തിൽ വ്യക്തമായത്. ശബരിമലയിൽ കയറിക്കൂടിയ ശേഷം തന്ത്രി കുടുംബവുമായി പരിചയമുണ്ടാക്കി ഈ പരിചയം ഉപയോഗിച്ചാണ് ഇതര സംസ്ഥാനങ്ങളിൽ ധനികരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി സൗഹൃദമുണ്ടാക്കിയത്. ഇതര സംസ്ഥാനങ്ങളിലുള്ളവർ ധരിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ മുഖ്യ പൂജാരിയാണെന്നാണ്.
കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരുന്നതോടെ റാന്നി കോടതിയിൽ ഹാജരാക്കും. പോറ്റിക്കെതിരെ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തി വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും. പ്രതി മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. മുരാരി ബാബുവിനെ ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിലും ആലോചനയുണ്ട്. ഇതിനിടെ ദേവസ്വം മന്ത്രി VN വാസവനെതിരെ കണ്ണൂരിൽ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ചു. തിരുവനന്തപുരം. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അവർ എന്നെ സംബന്ധിച്ച് നടത്തിയത് എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത മുദ്രാവാക്യങ്ങൾ എനിക്കെതിരെ വിളിച്ചു. അത് ഞാൻ ഒരു മാധ്യമം ചോദിച്ചപ്പോൾ എന്നെ തുറന്നങ്ങ് പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ല, അതോടൊപ്പം തന്നെ പിന്നെ ബിനോയ് വിശ്വം സഖാവിനെ കാണാൻ വേണ്ടി ആഫീസിൽ ചെന്നപ്പോൾ ബിനോയ് വിശ്വം നന്നായിട്ടാണ് സ്വീകരിച്ചത്, നന്നായിട്ടാണ് പെരുമാറിയത്, നല്ല വർത്തമാനമാണ് പറഞ്ഞത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചോളം നല്ല മതിപ്പാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായത്. ചില പിന്നെ ഒരു മാധ്യമത്തിൽ ഞാൻ കണ്ടതുപോലെ രൂക്ഷമായ വിമർശനം CPI എന്ന് പറഞ്ഞത് അത് തെറ്റായ വാർത്തയാണ്. അങ്ങനെ ഒരു രൂക്ഷമായ വിമർശനം CPIക്ക് എതിരായിട്ട് എനിക്കില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നടന്ന കാര്യങ്ങളാണ്. CPIക്ക് എതിരായിട്ട് ഒരു വിമർശനവും എനിക്കില്ല. എന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞു. അത് PM ശ്രീയായിട്ട് യാതൊരു ബന്ധമില്ല. CPI CPM ബന്ധമായിട്ട് CPI CPM തമ്മിലുള്ള ഒരു പോരാട്ടവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നെ വ്യക്തിപരമായി ബാധിച്ച കാര്യം ഒരാൾ ചോദിച്ചാൽ, ഞാൻ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇന്ന സംഭവം നടന്നു എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അതെനിക്ക് വലിയ സന്തോഷമായിരുന്നു. എന്റെ കോലം കത്തിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്നെനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അത്രയേ ഉള്ളൂ. അതെ, PM ശ്രീ വിഷയത്തിൽ AISF-ഉം AIYF-ഉം നടത്തിയ പ്രതിഷേധം, അതിനിടയിലെ കോലം കത്തിക്കൽ, അതിനിടയിലുണ്ടായ ചില പരാമർശങ്ങൾ അത് വ്യക്തിപരമായി വലിയ വേദനയുണ്ടാക്കിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി രാവിലെ പറഞ്ഞിരുന്നു. അത് അദ്ദേഹം ആവർത്തിക്കുകയാണ്. അത്തരം ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുമ്പോൾ ഈ കോലം കത്തിക്കുന്നതൊക്കെ എനിക്ക് സന്തോഷമുണ്ടാക്കി എന്ന് ഞാൻ പറയണോ? അത് വേദനയുണ്ടാക്കി എന്ന വസ്തുത വ്യക്തിപരമായി തോന്നിയതാണ്. അതേ നിലയിൽ തന്നെ പറഞ്ഞു. CPM CPI വിഷയത്തിലല്ല ആ പ്രതികരണം എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. വൃശ്ചികമാസ ഏകാദശിയിലെ ഉദയാസ്തമ പൂജ തുലാമാസത്തിലേക്ക് മാറ്റിയതിനെതിരായ ഹർജിയിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് തിരിച്ചടി. വൃശ്ചികമാസത്തിലെ ഏകാദശി നാളിൽ ഉദയാസ്തമയ പൂജ നടത്താൻ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഡിസംബർ 1 തന്നെ പൂജ നടത്തണമെന്നും തിരക്കിന്റെ പേരിൽ വർഷങ്ങളായി നടത്തിവരുന്ന പൂജ മാറ്റാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കൊച്ചി കലൂർ സ്റ്റേഡിയം വിവാദത്തിൽ ഒളിച്ചുകളി തുടർന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ. സ്പോൺസറുമായുള്ള കരാർ വ്യവസ്ഥകളിൽ SKFന് പ്രതികരണമില്ല. മെസ്സിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് എത്ര തുക ചെലവായി എന്ന് വ്യക്തമാക്കാൻ കായിക മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് മുസ്ലിം ലീഗ് പ്രതികരിച്ചു. സ്റ്റേഡിയത്തിൽ അതിക്രമിച്ചു കയറിയെന്ന GCDയുടെ പരാതിയിൽ എറണാകുളം DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു. മെസ്സിയും അർജന്റീന ടീമും വരുമെന്ന് പറഞ്ഞ് കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് നവീകരണത്തിന് വിട്ടുകൊടുത്തതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് പ്രതിഷേധവുമായെത്തിയ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാതെ സുരക്ഷാ ജീവനക്കാർ തടയുകയും വകവയ്ക്കാതെ പ്രവർത്തകർ ഉള്ളിലേക്ക് കയറുകയും ചെയ്തു. ഇത് വാക്തർക്കത്തിനും ഇടയാക്കി. GCDA നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന ആളുകൾക്കെതിരെയാണിപ്പോൾ കേസ്. മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കും. അതേസമയം സ്റ്റേഡിയം നവീകരണത്തിൽ കരാർ എവിടെയെന്ന ചോദ്യത്തിന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മൗനം തുടരുകയാണ്. കരാറുണ്ടെങ്കിൽ കരാറിന്റെ വ്യവസ്ഥകൾ വ്യക്തമാക്കാൻ ഇനിയും തയ്യാറായിട്ടില്ല. സ്പോൺസറിനല്ല സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് സ്റ്റേഡിയം നൽകിയത് എന്ന് പറഞ്ഞ് GCDA കൈയൊഴിഞ്ഞു. പൊതുസ്ഥലം നവീകരിക്കാൻ വിട്ടുകൊടുത്തതിലുള്ള ദുരൂഹത മാറ്റേണ്ടത് കായിക വകുപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എങ്ങനെയാണ് GCDAയും ഗവൺമെന്റും ഒരു കരാറില്ലാതെ 70 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തും? ആർക്കാണ് അത് വിട്ടുകൊടുത്തിരിക്കുന്നത്? ആരുമായിട്ടാണ് എഗ്രിമെന്റ്? ഗവൺമെന്റ് പറയണം, കായിക മന്ത്രാലയം പറയണം, GCDA പറയണം. ജനങ്ങളുടെ സ്വത്താണ്, ആരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. വിഷയം കോൺഗ്രസിന് നേട്ടമാകാതെ രാഷ്ട്രീയമായി നേരിടാൻ CPM കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. 24 കൊച്ചി. കൊല്ലം ആയൂരിൽ ആഭിചാരക്രിയയ്ക്ക് കൂട്ടുനിൽക്കാത്തതിന് യുവതിക്ക് ഭർത്താവിന്റെ ക്രൂരപീഡനം. ഭാര്യയുടെ മുഖത്ത് തിളച്ച മീൻകറി ഒഴിച്ചു പൊള്ളിച്ചു. ഗുരുതര പരിക്കേറ്റ റജുല ചികിത്സയിലാണ്. ഒളിവിൽ പോയ ഭർത്താവ് സജീറിനെ പിടികൂടാൻ പോലീസ് ശ്രമം തുടങ്ങി. ഇന്നലെ രാവിലെ 9 മണിയോടെയാണ് സംഭവം. ഭാര്യയുടെ ശരീരത്ത് സാത്തൻ ശല്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഭർത്താവ് സജീറിന്റെ അക്രമം. രാവിലെ മന്ത്രവാദി കണ്ട ശേഷം ജപിച്ചു നൽകിയ ചരടുകൾ ശരീരത്ത് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടായി.
മുടിയഴിച്ച് മന്ത്രവാദ കർമ്മങ്ങൾ നടത്താൻ റജിലയെ ഭർത്താവ് നിർബന്ധിച്ചു. വഴങ്ങാതിരുന്ന റജിലയുടെ അടുത്തേക്ക് അടുക്കളയിൽ തിളച്ചിരുന്ന മീൻകറിയെടുത്ത് ഒഴിക്കുകയായിരുന്നു. പ്രതികരിച്ചു തുടങ്ങിയതിന്റെ പിറ്റേന്നാണ് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഷെയ്ത്താൻ കൂടി ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ഒരു കവർ എന്തൊക്കെയോ ചെയ്തോണ്ട് വന്ന തകലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അന്നേരം അതിനെ ചൊല്ലി സംസാരം ഉണ്ടായപ്പോഴാണ് ഈ അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന ഈ മീൻകറി വലതുകൈ തട്ടി എന്റെ മുഖത്തേക്ക് ഇറങ്ങിയത്. പൊള്ളലേറ്റ റജിലയുടെ നിലവിളി കേട്ട് നാട്ടുകാരും ബന്ധുക്കളും ഓടിയെത്തിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആദ്യം ആയൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് അഞ്ചലിലെ ആശുപത്രിയിലും എത്തിച്ചു. അക്രമത്തിന് ശേഷം ഒളിവിൽ പോയ സജീറിനായി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. റജിലയുടെ പരാതിയിൽ ഭർത്താവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആഭിചാരക്രിയകൾ നടത്താൻ സജീറിനെ പ്രേരിപ്പിച്ച മന്ത്രവാദിയെ കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങളും പോലീസ് ശേഖരിക്കുകയാണ്. മുൻപ് നിരവധി തവണ ഭർത്താവ് ആക്രമിച്ചിട്ടുണ്ടെന്ന് റജില പറഞ്ഞു. 24 കൊല്ലം. തിരുവനന്തപുരം കല്ലിയൂരിൽ മകൻ അമ്മയെ കഴുത്തറത്തു കൊലപ്പെടുത്തി. കൊലപാതക ശേഷം പ്രതി മദ്യമൊഴിച്ച് കത്തിക്കാനും ശ്രമിച്ചു. കല്ലിയൂർ സ്വദേശി വിജയകുമാരിയാണ് കൊല്ലപ്പെട്ടത്. മകൻ അജയകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി 11:30ഓടെയാണ് തിരുവനന്തപുരം കല്ലിയൂരിൽ ക്രൂര കൊലപാതകം നടന്നത്. രാത്രി വീട്ടിലിരുന്ന് മദ്യപിക്കുന്നതിനിടെ മദ്യക്കുപ്പി നിലത്ത് വീണ് പൊട്ടി. ഇതോടെ വീട്ടിലിരുന്ന് മദ്യപിക്കുന്നത് അമ്മ വിജയകുമാരി ചോദ്യം ചെയ്തു. ഇതിൽ പ്രകോപിതനായ മകൻ അജയകുമാർ കത്തി ഉപയോഗിച്ച് വയറ്റിൽ കുത്തുകയായിരുന്നു. നിലവിളിച്ച് പുറത്തേക്കോടിയ വിജയകുമാരിയെ പിന്തുടർന്നെത്തിയ പ്രതി വീടിന് മുന്നിലിട്ട് കഴുത്തറുത്തു. ഒരു 11 മണിക്കൊക്കെ ശേഷമാണ് സംഭവം. അമ്മയുടെ സൗണ്ട് കേട്ടായിരുന്നു. അപ്പം എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഓടി വരുന്നുണ്ടായിരുന്നു. ഓടി വന്നപ്പോഴാണ് എന്തോ വലിയ ഇഷ്യൂ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ചെയ്യല്ലടാ ഉണ്ണീന്ന് എന്നൊക്കെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോലീസ് വന്നതിന് ശേഷമാണ് ഞങ്ങളും പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ പോയി നോക്കി. അപ്പോൾ എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. കാരണം പുള്ളി ഗേറ്റ് അകത്തുനിന്ന് ലോക്ക് ഇട്ടേക്കായിരുന്നു. അപ്പോൾ അകത്ത് കയറാൻ പറ്റത്തില്ല. ഓടിക്കൂടിയ നാട്ടുകാർക്കെതിരെ അജയകുമാർ മദ്യക്കുപ്പി എറിഞ്ഞു. പോലീസ് എത്തിയാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. മുൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനാണ് പ്രതി. കൊല്ലപ്പെട്ട വിജയകുമാരി കമ്മീഷണർ ഓഫീസിലെ മുൻ ഉദ്യോഗസ്ഥയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 24 തിരുവനന്തപുരം. കോഴിക്കോട് 7 വയസ്സുകാരി അതിഥിയെ കൊലപ്പെടുത്തിയ കേസിൽ പിതാവിനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. 2013 ഏപ്രിൽ 19-നാണ് അതിഥി കൊല്ലപ്പെട്ടത്. കുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പിതാവ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി, രണ്ടാനമ്മ ദേവിക എന്നിവരെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചത്. കൊലപാതക കുറ്റം തെളിയിക്കപ്പെട്ടു. കുട്ടിക്കെതിരെ നടന്നത് ക്രൂരമായ പീഡനമെന്നും കോടതി നിരീക്ഷിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ട് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യം. എന്നാൽ ഈ വാദം അംഗീകരിച്ചില്ല. ആ കുട്ടിയെ പട്ടിണിക്കിട്ടിരുന്നു. ഇതൊക്കെയായിരുന്നു ചാർജസ്, പ്രോസിക്യൂഷൻ ചാർജസ്. അതെല്ലാം വേണ്ട വിധം പ്രോസിക്യൂഷന് തെളിവുകൾ സഹിതം ഹാജരാക്കാൻ പറ്റി. അപ്പോൾ താഴത്തെ അതെല്ലാം പരിഗണിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതി താഴെ വെറുതെ വിട്ട വിധി ഓവർടേൺ ചെയ്തിട്ട് 302 കൺവിക്ഷൻ. അതിഥിയെ മർദ്ദിച്ചും ക്രൂരമായി പൊള്ളലേൽപ്പിച്ചും പട്ടിണിക്കിട്ടും കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തിയത്. കുട്ടി നിരന്തരം മർദ്ദനം നേരിട്ടതായി അയൽക്കാർ പ്രതികരിച്ചു. ആ കുട്ടി വളരെയധികം ക്രൂരത അനുഭവിച്ചിട്ടുണ്ട്. കാരണം കുട്ടിയുടെ ഗുഹ്യഭാഗങ്ങളിലൊക്കെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുട്ടിയെ പൊള്ളിക്കുകയും അതുപോലെ തന്നെ പട്ടിക എടുത്തിട്ടാണ് കുട്ടിയെ എപ്പോഴും അടിക്കാറെന്നും അതുപോലെ നായ്ക്കൂട്ടിലിട്ടിട്ട് അടിക്കാറുണ്ടെന്നും അങ്ങനെ കൊടിയ മർദ്ദനമാണ് ആ കുട്ടി ദിവസവും ഏറ്റുവാങ്ങിയത്. വിചാരണ കോടതി നേരത്തെ പ്രതികളെ കൊലപാതക കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം നിലനിൽക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ നൽകിയ അപ്പീലിലാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. 24 കൊച്ചി. രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും കടന്നാക്രമിച്ച ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. രാജ്യത്തെയും ബീഹാറിലെയും അഴിമതി കുടുംബങ്ങളിലെ യുവരാജാക്കന്മാരാണ് ഇരുവരും എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ആരോപണം. മഹാസഖ്യത്തിനായി രാഹുൽ ഗാന്ധിയും ബീഹാറിൽ പ്രചാരണത്തിനുണ്ട്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറിൽ തീപാറും തെരഞ്ഞെടുപ്പ് പ്രചാരണം. എൻഡിഎക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മഹാസഖ്യത്തിനായി രാഹുൽ ഗാന്ധിയും ബീഹാറിൽ. രാഹുലിനും തേജസ്വിക്കുമെതിരെ എൻഡിഎ റാലിയിൽ പ്രധാനമന്ത്രിയുടെ കടന്നാക്രമണം. छठी मैया का अपमान कर सकता है क्या? क्या ऐसा अपमान बिहार सहन करेगा क्या? क्या ऐसा अपमान हिंदुस्तान सहन करेगा क्या? क्या मेरी माताएं जो निर्जला उपवास करती है क्या वो सहन करेगी क्या? നളന്ദയിലും രാഘോപൂരിലുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ റാലിയും പൊതുസമ്മേളനവും.
മഹാസഖ്യത്തിന് നേരെ ഉയർന്ന ആരോപണങ്ങൾക്ക് രാഹുലിന്റെ മറുപടി. ഛഠ് പൂജയുമായി ബന്ധപ്പെട്ട് മഹാസഖ്യം നേതാക്കൾ ഉയർത്തിയ ആരോപണത്തിലും ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. ഇതിനിടെ പ്രചാരണത്തിന് ഗയയിലെത്തിയ ഹിന്ദുസ്ഥാനി ആവാ മോർച്ച സ്ഥാനാർത്ഥിയും MLAയുമായ അനിൽകുമാറിന് നേരെ ഗ്രാമീണർ ആക്രമണം നടത്തി. റോഡ് നിർമ്മിക്കാത്തതിനെ തുടർന്നാണ് ആക്രമണം. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വിമർശനവും മറുപടിയും. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുകയാണ്. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24. മോഹൻലാലിന്റെ മകൾ വിസ്മയുടെ ആദ്യ ചിത്രം തുടക്കത്തിന്റെ പൂജ കൊച്ചിയിൽ നടന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ജൂഡ് ആന്റണി ജോസഫാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പേരുപോലെ മകളുടെ ജീവിതവും വിസ്മയമായി തീരട്ടെ എന്നായിരുന്നു മോഹൻലാലിന്റെ ആശംസ. ആശീർവാദ് സിനിമാസിന്റെ 37ാമത് ചിത്രത്തിലൂടെയാണ് വിസ്മയ മോഹൻലാലിന്റെ തുടക്കം. കൊച്ചിയിലെ ഹോട്ടലിൽ നടന്ന പൂജ സ്വിച്ച് ഓൺ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വിസ്മയക്കൊപ്പം മോഹൻലാലും സുചിത്രയും പ്രണവും എത്തി. സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം സുചിത്രയും ക്ലാപ്പ് പ്രണവ് മോഹൻലാലും നിർവഹിച്ചു. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഒരു വിസ്മയം പോലെയാണ് താൻ കാണുന്നതെന്ന് മോഹൻലാൽ. മക്കൾക്ക് അച്ഛനെന്ന നിലയിലും അഭിനേതാവെന്ന നിലയിലും ആശംസകൾ നേരുന്നു. എത്ര നല്ല അഭിനേതാവാണെങ്കിലും അയാൾക്കൊരു പ്ലാറ്റ്ഫോം കിട്ടണം, നല്ല സബ്ജക്റ്റുകൾ കിട്ടണം, നല്ല കൊളീഗ്സ് കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ നന്നാകണം. അപ്പോൾ അത്തരത്തിൽ ആ കുട്ടിക്ക് ഒരു ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെയാണ് അപ്പുവിനും. അപ്പോൾ രണ്ടുപേർക്കും ഒരു അച്ഛൻ എന്ന നിലയിലും ഒരു ആക്ടർ എന്ന നിലയിലും ഈ ഫ്രറ്റേണിറ്റിയുടെ പേരിലും ഞാൻ അവരെ രണ്ടുപേരെയും ആശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു സ്നേഹപൂർവ്വം. മക്കളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കുകയാണെന്ന് സുചിത്ര മോഹൻലാൽ. മായ, ദിസ് ഈസ് ഫോർ യു വിത്ത് യുവർ ഗ്രാൻഡ് പേരൻസ് ബ്ലെസ്സിങ്സ്, ഇവിടെയുള്ള എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ആൻഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഇൻ യുവർ ന്യൂ ബിഗിനിങ് ഫോർ യുവർ തുടക്കം. താങ്ക് യു. ചിത്രത്തിൽ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോയ് ആന്റണിയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. വൻ വിജയം നേടിയ 2018 ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തുടക്കം. 24 കൊച്ചി. ഈ റിപ്പോർട്ടോടെ 1 PM ന്യൂസ് അവസാനിക്കുന്നു.